ഹലോ. അപ്പം നമ്മൾ നേരെ കാൻറ്റോലിം എന്ന ബീച്ചിലാണിപ്പോൾ. കാൻറ്റോലിം ബീച്ച് ഒരു നല്ല ഡെസ്റ്റിനേഷനാണ്. ഞാനിതുവരെ ബീച്ചിലേക്ക് വന്നിട്ടില്ല. മറ്റുള്ള ബീച്ചുകൾ ഞാൻ കറങ്ങിയിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട ബീച്ചിലൊക്കെ ഞാൻ പണ്ട് കറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കാൻറ്റോലിം ബീച്ചിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ടാവും എന്ന് നമുക്കൊന്നും ഓടിച്ച് കാണാം. രസമായിരിക്കും എന്നാണ് വിശ്വാസം. കാരണം ഇതൊരു പേര് കേട്ട ബീച്ചാണ്. നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ഇതിവിടെ വച്ചിട്ടുണ്ട്. ഒരു സംഭവം രസമാണ്. പിന്നെ നമ്മുടെ ആസ്യൂഷ്വൽ തെങ്ങ്. പിന്നെ നമ്മൾ കടക്കുമ്പോൾ നിറയെ ഷോപ്സുകളുണ്ട്, ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ മറ്റ് ബീച്ചുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി നീറ്റാണോ കാൻറ്റോലിം ബീച്ചിൻ്റെ ഈ ഏരിയ. ഷോളവും കരിമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ടോയ്സിൻ്റെ ഷോപ്പുണ്ട്. നാരങ്ങ വെള്ളം കുടിക്കാമെന്നാണ് അവർ പറഞ്ഞ് വിളിക്കുന്നത്. നിമ്പുപാനി. അവിടെ പുളിമരം ഉണ്ട്. കുഴപ്പമില്ല, നൈസാണ്. ബീച്ചിലേക്കുള്ള വഴി ഇവിടെ നിന്ന് ആരംഭിച്ചു. അപ്പം നമ്മൾ അങ്ങനെ പതിയെ പതിയെ ബീച്ചിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ ഭാഷയും കേൾക്കാം. കന്നഡം കേൾക്കാം, തെലുങ്ക് കേൾക്കാം, ഇടയ്ക്ക് മലയാളം കേൾക്കാം, ഇംഗ്ലീഷ് കേൾക്കാം, ഹിന്ദി കേൾക്കാം, ഫ്രഞ്ച് കേൾക്കാം. എല്ലാ ഭാഷയിലുള്ള വഴക്ക് കേൾക്കാം, സന്തോഷവും കേൾക്കാം. ഇതിവിടുത്തെ ഫിഷർമാൻസിൻ്റെ കുടിലുകളാണിത്. ഇത് ഇവിടുത്തെ ബേ വാച്ച് കാണുന്നവരുടെ ഇതാണ്. ഇത് അങ്ങേയറ്റം വരെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് നമുക്ക് ഇവിടെ വരെ വന്നില്ലേ. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് നമ്മുടെ ഫിഷർമാൻസിൻ്റെ കുടിലുകൾ വഴി നമുക്ക് അവിടെ എന്തെങ്കിലും കാഴ്ചയുണ്ടോ നോക്കാം ആദ്യം. ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്, ലൈഫ് ഗാർഡ്സ് ഉണ്ട്. ये क्या है? ये तो बोट का ये चीज़ एंकर है ना. पानी में बोट रुकने के लिए. अच्छा, बनाने भाई. हाय बोलो. हाय. हमारे टीम से किटी. हाँ, इंस्टाग्राम, यूट्यूब, फेसबुक सब जगह ऐप्स, चैनल सब. हाय. हाय. अभी क्या है? केरला, मलयालम. मलयालम का है. हेलो दोस्त, खाना खाया सर? नाश्ता खाया? हाँ, मैंने नाश्ता खाया. आपने खाया? हाँ सर. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയവരാണ് ഇതൊക്കെ. അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അവർക്ക് ഒരു സന്തോഷം. हेलो. ഹലോ, ഹായ്. How are you? നിങ്ങളുടെ അടുത്താണ്, സുഖമാണെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഭയങ്കര ഓണാണ്, ഞാൻ പറഞ്ഞില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര ഓണാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച റെഡിയായിരിക്കുന്ന ലോഞ്ച് സ്പീഡ് ബോട്ടാണ്ടാ. ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ. ഇവിടെ നല്ല തിരമാലകളുള്ള സ്ഥലമാണ്.
കാൻറ്റോലിൻ ബീച്ച് അങ്ങനെ തിരമാലകളുള്ള ബീച്ചാണ്. भाई मेरा दोस्त का बनाना भाई ആ ബനാ ദേംഗെ പക്ക പക്ക. हाँ पक्का आ जाओ इधर आ जाओ പുള്ളിയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഓക്കെ ദോസ്തൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്ക് നമ്മളെ തിരമാല കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ടാവും. നല്ല രസമല്ലേ നോക്കി. എന്താ നൈസല്ലേ നോക്കി. തിര കുറച്ച് ചെറിയ തിരയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ ഫീല് കിട്ടിയില്ല. നൈസ് വ്യൂ അല്ലേ, രസം. ഒരു വലിയ തിര വരുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് കിട്ടും, നല്ലൊരു സാധനം കിട്ടും. അടിപൊളി, നന്നായിട്ട് അടിപൊളി ചെയ്യാൻ പറ്റിയൊരു ഇത് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത്രയെല്ലാം നമുക്ക് കിട്ടിയില്ല, പക്ഷേ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ രസമുള്ള ഒരു ബേവാച്ചാണ്. ഒത്തിരി എന്താ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതാണ് നമ്മൾ മറ്റേ ബോട്ട് തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടി അവർ ഉണ്ടാക്കി ട്രോളിയാണ്. ബോട്ട് തള്ളിക്കൊണ്ട് പോകാനുള്ള, കടൽ വരെ കൊണ്ടുപോകാനുള്ള ട്രോളിയാണ്. സൂപ്പറിലേക്ക്. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര കോപ്പറേറ്റീവാണ്. എല്ലാവർക്കും നമ്മൾ ഇപ്പം നമ്മളവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി, ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ കയറാൻ എൻട്രി ആയപ്പോൾ തന്നെ അവരെന്താ പറയുക, അവിടെ ട്രക്കിങ്ങിനുള്ള ആളുകളുണ്ട്, കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇതൊക്കെ ഷൂട്ട് ചെയ്യണം. ഞങ്ങൾ വളരെ നീറ്റാക്കിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, രസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ്സാണ്. കാരണം നമ്മൾ വരുന്നത് ഇവരെ നല്ല ഡെസ്റ്റിനേഷൻസ് കാണിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഫ്രെയിംസുകൾ കാണുക, കാണിക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമുക്ക്. ഇതിപ്പം നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നല്ല ഫ്രെയിംസുകൾ വയ്ക്കാൻ അല്ലെങ്കിൽ കാണാൻ നമുക്കൊരു ഫീൽ തോന്നും. അപ്പോൾ കാരണം ഇത് നമ്മൾ മാത്രമല്ലോ കാണുന്നത്. സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ കാണിക്കുക എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്രെയിംസുകൾ വയ്ക്കണം എന്ന ആഗ്രഹങ്ങൾ വരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവർ നമ്മളെ വെൽക്കം ചെയ്തപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. ബാച്ച് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ എൻ്റെ 1 hourനായിട്ടാണ് ഒരു പൈസ വാങ്ങിക്കണം. എത്രയൊന്നും ചോദിച്ചിട്ടില്ല, ചെറിയ പൈസ ആയിരിക്കുമല്ലോ, 100 രൂപയൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവരുടെ ബിസിനസ്സാണ്. എന്താ രസമല്ലേ നോക്കി. എന്താ ഇതൊക്കെ ഒരു നല്ല അനുഭവങ്ങളാണ്. ഓരോ വീഡിയോ നമ്മൾ ആരുടെ വീഡിയോ കണ്ടാലും നമ്മൾ അങ്ങനെ മടുക്കില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു ഫ്രെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ ഫ്രെയിം ആൾക്ക് തന്നെ വയ്ക്കാൻ പറഞ്ഞാൽ കിട്ടില്ല. അത്ര സെൻസിറ്റീവാണ് ഫ്രെയിംസിൻ്റെ ജമ്പിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് പോകുന്ന വീഡിയോ അടുത്ത പ്രാവശ്യം വന്നെടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതിന് പകരം അവിടെ വേറെ വീഡിയോസ് ആയിരിക്കും എനിക്ക് കിട്ടുക. വേണ്ട, കോടയുടെ മുകളിൽ കടൽ.
അങ്ങനെ വേണ്ട രസമല്ലേ. അപ്പോൾ നമ്മൾ ഇതാണ് കാൻഡോലിൻ ബീച്ചിൻ്റെ വിശേഷങ്ങൾ. കാൻഡോലിൻ ബീച്ച് ഒരു ഫാമിലി ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാച്ചിലേഴ്സ് നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, ബാച്ചിലേഴ്സ് കുറവാണ് ഇവിടെ. ഫാമിലീസാണ് കൂടുതൽ, ഫോറിനേഴ്സും ഫാമിലീസുമാണ് ഇവിടെ കൂടുതൽ. പിന്നെ ഇവിടെ ഒത്തിരി ബോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. പാരാസെയിൽ 1500, 2 packs, जेट स्की 600, बम्बर 600, बनाना 5 packs. बनाना मतलब क्या है? 5 packs. बनाना मतलब ये वाला. थोड़ा कैमरा में ഓക്കെ ഇതാണ് ബനാന എന്ന് പറയുന്നത്. സ്ക്യൂബ ഡൈവിംഗ് ഉണ്ട്. പാരാസെയിലിംഗ്, ജെറ്റ് സ്കി, ബമ്പർ, ബോട്ട്, ഡോൾഫിൻ, സൈറ്റ് സീയിങ്. ഓക്കെ പാക്കേജ് ഹിയർ കാൻഡോലിൻ ബീച്ച്. ഓക്കെ ഡോൾഫിൻ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് 1800 1800 का बनाना. ഓക്കെ 5 people 1500. ഓക്കെ അപ്പോൾ 5 പാക്സിന് 1500ഉം 6 പാക്സിന് 1800ഉമാണ് റേറ്റ് ഉള്ളത്. ചീപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വരാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫാമിലി ഗസ്റ്റ് കൂടുതൽ വരുന്ന സ്ഥലമാണ്. ടൂറിസം ഡെസ്റ്റിനേഷൻ വെച്ചാൽ ഓൾ ഓവർ ഇന്ത്യ. यूट्यूब चैनल है शामोन भी परेल, मेरे नाम पे ही मलयालम है, मलयालम से केरला से. ഓക്കെ, അപ്പോൾ ഒരു നല്ല മനോഹരമായൊരു ഡെസ്റ്റിനേഷനാണിത്. നിങ്ങൾക്ക് വരുമ്പോൾ എൻജോയ് ചെയ്യാം. ഞാൻ പറയില്ലേ, ഇപ്പോൾ തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും നമ്മൾ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നതല്ലേ. അത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ആഗ്രഹവും അല്ലെങ്കിൽ താല്പര്യവും ഇഷ്ടവും, അല്ലെങ്കിൽ അവരതിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ആസ് പ്രൊഫഷണൽസ് എന്നുള്ളതാണ്. സോ നമ്മളപ്പോൾ കാൻഡോലിൻ ബീച്ചിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നിമ്പ് പനിയാണ് കട്ടവാല അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻസിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിത് സൈൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ ഫ്രം കാൻഡോലിൻ.